എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുതിർത്ത പച്ചരി മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരി നന്നായിട്ട് കഴുകി ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 3-4 മണിക്കൂറോളം നമുക്ക് ഈ ഒരു പച്ചരി ഇനിയൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പം അങ്ങനെ ഒരു 3-4 മണിക്കൂറോളം ഒന്ന് കുതിർത്ത പച്ചരിയാണ് കേട്ടോ ഇത്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലൂടെ ഊറ്റി ഇതിൻ്റെ ഒരു വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇനി ഈ ഒരു പച്ചരി നമുക്കൊന്ന് അരച്ചിട്ടെടുക്കണം. ഇത്രയും പച്ചരി ഉള്ളതുകൊണ്ട് തന്നെ 2 തവണയായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ പച്ചരി പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ടയാണ് കേട്ടോ. ഇതുപോലെ ഒരു 3 കോഴിമുട്ടയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ ചോറാണ് കേട്ടോ. അപ്പോൾ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിൽ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചരി എടുത്ത ഒരു സെയിം കപ്പിൽ തന്നെയാണ്. ഇതൊരു 7ഓളം ഏലക്കയുടെ ഒരു കുരുവാണ് കേട്ടോ. ഏലക്കയുടെ ഒരു തൊലി ഇട്ട് കൊടുക്കണ്ട. ഏലക്കയുടെ ഒരു കുരു മാത്രം ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുത്തത് അരച്ചിട്ടെടുക്കരുത്. ഒരുപാടങ്ങ് ലൂസ് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടല്ല. അപ്പോൾ ആദ്യം വളരെ കുറച്ച് മാത്രം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് വേണ്ടിട്ട് ഇത് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളൊരു പച്ചരിയും കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 കറിവേപ്പില ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതോ ഗ്രേറ്റ് ചെയ്തതോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാവങ്ങ് ഒഴുകി പോകുന്ന ഒരു പരുവത്തിനല്ല ഈ ഒരു ബാറ്റർ ഇരിക്കേണ്ടത്. ഏകദേശം ഒരു ഇഡ്ഡലി ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവമില്ലേ, ആ ഒരു പരുവത്തിനാണ് ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇതിലൊരുപാടങ്ങ് ലൂസായി പോകരുത്. ഇനിയൊരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്കിത് ചുട്ടിട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ചുട്ടിട്ടെടുക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് കണ്ടില്ല, ഇതുപോലെ മുകളിലേക്ക് ഇതിങ്ങനെ പൊങ്ങി വരുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് 2 സൈഡ് നല്ല പോലെ തന്നെ മൊരിഞ്ഞ് ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്ന രീതിയിൽ അത്രയും ഒരു സമയം കൊടുത്ത് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ഇത് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുത്താലും ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്ന ഒരു പലഹാരമല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മുട്ടസുറുക്ക എല്ലാം തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിനു മുമ്പ് ഞാൻ മുട്ടയൊന്നും ചേർക്കാത്ത ഒരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു മലബാർ സ്പെഷ്യൽ പലഹാരമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കറി കൂട്ടി കഴിക്കാനും, അല്ലെങ്കിൽ വെറുതെ ചായയുടെയൊക്കെ കൂടെ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വെറുതെ ചായയുടെയൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ മുട്ടസുറുക്ക എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയോ ബീഫ് കറിയോ മുട്ടക്കറിയോ ഏത് വേണമെങ്കിലും എടുക്കാമെന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ കൂടെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ഒരു മുട്ടക്കക്കത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഏകദേശം ഒരു 8-10ഓളം കാശ്മീരി മുളക് ഇതുപോലെ നല്ല ചൂട് വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. കാശ്മീരി മുളക് തന്നെ വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മുളക് നമുക്ക് നന്നായി കുതിർന്നതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇത് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ സവാള ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു അരപ്പില്ലേ, ആ ഒരു അരപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുളകിൻ്റെ ഈ ഒരു അരപ്പ് ചേർത്തിട്ട് നമ്മൾ കുറച്ച് സമയം നല്ല പോലെ തന്നെ നല്ല ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു പച്ചച്ചവ പൂർണ്ണമായിട്ട് മാറി വരുന്നതിന് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു മുളകിൻ്റെ ഒരു പച്ച കുത്തലങ്ങ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു പച്ചച്ചവ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാവുള്ളൂ. ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് നമ്മൾ കുറച്ചധികം സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ചച്ചവ പൂർണ്ണമായിട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു മുളകിൻ്റെ ഒരു കുത്തലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഇളക്കി മസാലയുടെ ഒരു പച്ചച്ചവ പൂർണ്ണമായി മാറിയെന്നത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ തക്കാളി ചേർക്കുന്നതാണ് നല്ലത്, ചെറിയൊരു പുളിയും കൂടെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. തക്കാളിയും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ ഒരു തക്കാളി ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആ ഒരു മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറി തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് കുക്കായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഞാനൊരു 5 കോഴിമുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു 5 കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മുട്ട ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റോളം തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ ഇളക്കി എടുത്തതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റോളം നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അത്രയും സമയം തുടർച്ചയായിട്ട് നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നന്നായിട്ടൊരു 10-15 മിനിറ്റോളം നമുക്ക് ഈ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇതിൽ ഒരു മുളകിൻ്റെ ഒരു കുത്തിൽ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ കുറച്ചും കൂടി മാത്രം പഞ്ചസാര നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് അങ്ങ് ബാലൻസ് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം ഒരു കറക്റ്റ് ഒരു അളവിലാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു മുട്ട സുർക്കയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മുട്ടക്കറിക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ വേണമെങ്കിൽ അതും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.